So next we need to learn Maxwell-Boltzmann distribution law. It's a very important law in statistical mechanics. നിങ്ങളുടെ സിലബസിലും ഉള്ളതാണ്. എന്താണ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എനർജി ആ സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിൾസിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടിക്കിൾസിന് എത്ര എനർജി. അപ്പോൾ അത് പാർട്ടിക്കിൾസ് മാറുന്നതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും മാറും. സാധാരണഗതിയിൽ നമ്മൾ രണ്ട് പാർട്ടിക്കിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ക്ലാസിക്കൽ പാർട്ടിക്കിൾസും ക്വാണ്ടം പാർട്ടിക്കിൾസും. ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് വിച്ച് ആർ ലൈക്ക് ഗ്യാസ് മോളിക്യൂൾസ് ഐഡന്റിക്കൽ ആയിരിക്കും, ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. ആ പാർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ മൈക്രോ സ്റ്റേറ്റ് മാറുമ്പോൾ പാർട്ടിക്കിൾസിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്താൽ മാത്രമേ മൈക്രോ സ്റ്റേറ്റ് അകത്ത് മാറുന്നത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഐഡന്റിക്കലും ഡിസ്റ്റിങ്വിഷബിളും ആണെങ്കിൽ, അതായത് ഒരേപോലത്തെ പന്തുകൾ, വിവിധ കളറുകൾ, അത് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആണ്. അല്ലാത്തവ ഐഡന്റിക്കൽ ആണ്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്, എല്ലാം വെള്ളപ്പന്തുകളാണ്, ഒരേപോലെ ഇരിക്കുന്ന, നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് നമുക്ക് ഈ സിലബസിൽ ഇല്ല. അതിൽ തന്നെ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നമുക്കുള്ളത് ക്ലാസിക്കൽ ആയിട്ടുള്ള ഐഡന്റിക്കൽ ആൻഡ് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ എങ്ങനെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ വരുന്നു, ആൻഡ് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഗ്യാസ് മോളിക്യൂൾസിനാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഇതായിരിക്കും. നമുക്ക് അവസാനം എഴുതാൻ പോകുന്ന ഉത്തരം എത്ര പാർട്ടിക്കിൾസ് ഹാവിങ് എനർജി, how many particles are in energy E1, how many particles are there in energy E2, അതിനുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇതിന് അവസാനം എഴുതാൻ പോകുന്നത്. സോ ദിസ് ഈസ് അവർ ടാസ്ക്. അപ്പൊ നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാം. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എൻ പാർട്ടിക്കിൾസ്. ക്യാപിറ്റൽ എൻ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇ എന്ന് പറയുന്ന ടോട്ടൽ എനർജി നിങ്ങൾ കൊടുത്തു. സോ ദാറ്റ് N1 particles acquire energy E1, N2 particles acquire energy E2 and so on. ഇത് നമുക്ക് അറിയാമെന്നുള്ള ഒരു വസ്തുത. ഇനി ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ നമ്മൾ രണ്ട് പോസ്റ്റുലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഒന്ന്, നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, വിച്ച് മീൻസ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് എക്സെട്ര അതെന്തായേ പറ്റൂ, കോൺസ്റ്റന്റ് ആയേ പറ്റൂ. So this is one of the postulates of statistical mechanics. അങ്ങനെയാണെങ്കിൽ what is the change in this total number of particles? If n is constant, change എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ you can say delta n1 plus delta n2 plus delta n3 plus etc എന്തായേ പറ്റൂ, 0 ആയേ പറ്റൂ. In short, you can say sigma I equal to 1 to n ഡെൽറ്റ എൻ ഐ ഈക്വൽ ടു 0. ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ഇക്വേഷൻ ആണ്. നമ്മൾ പോസ്റ്റുലേറ്റിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, സിഗ്മ ഡെൽറ്റ എൻ ഐ ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ നമ്മൾ കൊടുത്തത്, ഇ ആണ്. ഇ എന്ന് പറയുന്ന ടോട്ടൽ എനർജി എങ്ങനെ എടുത്തു, E1 എനർജി N1 പാർട്ടിക്കിൾസിന്, E2 എനർജി N2 പാർട്ടിക്കിൾസിന്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, E1 N1 പ്ലസ് E2 N2 പ്ലസ് E3 N3 പ്ലസ് എക്സെട്ര. ദിസ് വൺ ഈസ് കോൺസ്റ്റന്റ്. അതെന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഇതേപോലെ വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ എനർജി എന്ന് ഞാൻ ചോദിച്ചാൽ, what is the change in energy, delta I ആണ്. ചേഞ്ച് ഇൻ എനർജി എന്തായേ പറ്റൂ, 0 ആയേ പറ്റൂ. ഇവിടെ എല്ലാം നിങ്ങൾ ഡിഫറൻഷ്യൽ സിമ്പിളിലേക്ക് വന്നാൽ എന്താ വരുന്നത്, E1 ഡെൽറ്റ N1 പ്ലസ് E2 ഡെൽറ്റ N2 പ്ലസ് E3 ഡെൽറ്റ N3 പ്ലസ് എക്സെട്ര എന്താകും, 0 ആകും. ഇൻ ജനറൽ യു ക്യാൻ സേ സിഗ്മ I EI ഡെൽറ്റ NI ഈക്വൽ ടു 0. നമ്മൾ വേറൊരു ഇക്വേഷൻ കൂടെ എഴുതി, സിഗ്മ ഡെൽറ്റ എൻ ഐ 0 എന്ന് എഴുതി. അതുപോലെ തന്നെ സിഗ്മ ഇ ഐ ഡെൽറ്റ എൻ ഐയും എന്തായിട്ട് എഴുതി, 0 ആയിട്ട് എഴുതി. ഇനിയും അടുത്ത് നമ്മൾ എഴുതുന്നത്, നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കോൺസ്റ്റൻസി എഴുതി, ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് എഴുതി.
അടുത്ത നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, എന്താ ഗ്യാസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം ദ പ്രോബബിലിറ്റി ഈസ് മാക്സിമം. പ്രോബബിലിറ്റി എന്താണ്? മാക്സിമം ആണ്. ഇഫ് പി ഇസ് ദ പ്രോബബിലിറ്റി മാക്സിമം ആയാൽ ഡെൽറ്റ പി എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രോബബിലിറ്റി മാക്സിമത്തിലേക്ക് പോയാൽ ചേഞ്ച് അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഡെൽറ്റ പി എന്തിലേക്ക് പോകും? 0യിലേക്ക് പോകും. ഇനി നമുക്ക് ഇതിൽ എഴുതേണ്ട അടുത്തൊരു കാര്യം, we have to write the expression for this probability. മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് how to write the probability function. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? എത്ര പാർട്ടിക്കിൾസ് EI എനർജി ലെവലിൽ ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി Ni, എങ്കിൽ we need to write an expression which relates Ni and EI. ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു അസംഷൻ നടത്തുന്നു, EI എന്ന് പറയുന്ന എനർജി ലെവലിൽ GI ഡീജനറസി ഉണ്ട്. GI ഡീജനറസി എന്താണ്? സെയിം ലെവൽസ് ഹാവിംഗ് ദ സെയിം എനർജി. EI എന്ന് പറയുന്ന എനർജി ഉള്ള എത്ര ലെവൽസ് ഉണ്ട്? GI ലെവൽസ് ഉണ്ട്. അതാണ് EIയുടെ ഡീജനറസി. ഇഫ് ഇറ്റ് ഈസ് 3 നമ്മൾ പറയും EIയുടെ ഡീജനറസി 3 ആണ്. അപ്പോൾ EI എനർജി ലെവലുള്ള 3 ഡീജനറസി ഉണ്ടെങ്കിൽ 3 എന്ന് പറയും. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലെറ്റ് ഇറ്റ് ബി GI എന്ന് പറയുന്ന ഡീജനറസി അവിടെ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ Ni പാർട്ടിക്കിൾസ് EI എന്ന് പറയുന്ന എനർജി ലെവലിൽ ഹാവിംഗ് GI ഡീജനറസി എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, അതാണ് ആ പ്രോബബിലിറ്റിയുടെ ഉത്തരം. നിങ്ങൾ പ്രോബബിലിറ്റി പഠിച്ചപ്പോൾ, നിങ്ങളുടെ മാത്സിലെ നിങ്ങൾ പ്രോബബിലിറ്റി പഠിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിച്ചു കാണും. കുറച്ച് പന്തുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു വലിയ ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ ഒരു 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ 3 കമ്പാർട്ട്മെന്റിലുമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബോൾസിനെ നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? അത് തന്നെയാണ് ഇവിടെ. ആ ബോക്സിന് പകരം എനർജി ലെവൽ, കമ്പാർട്ട്മെന്റ്സിന് പകരം GI. ആ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദ ഫോർമുല ഈസ് GI റൈസ് ടു Ni ഡിവൈഡഡ് ബൈ Ni ഫാക്ടോറിയൽ. ഇത് ഫോർമുല. ആ കമ്പാർട്ട്മെന്റിന്റെയും ബോൾ സെയിം ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യൂസ് ചെയ്യാം. ദ പ്രോബബിലിറ്റി ഈസ് GI റൈസ് ടു Ni ബൈ Ni ഫാക്ടോറിയൽ. സോ ദിസ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് അറേഞ്ചിങ് Ni പാർട്ടിക്കിൾസ് in EI energy level having degeneracy GI. These are the permissible ways, which is the probability. അങ്ങനെയാണെങ്കിൽ ഇത് EI എനർജി ലെവലാണ്, ലെറ്റ് ഇറ്റ് ബി E1. അങ്ങനെ E2 വരും, E3 വരും, അതിന്റെ എല്ലാം പ്രോബബിലിറ്റി നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ പ്രോബബിലിറ്റി? ഓരോ പ്രോബബിലിറ്റിയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ എന്ന് പറയുന്നത് പൈ ആണ്, കാരണം പ്രോബബിലിറ്റി സം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. So pi into, this is the general expression, pi GI raised to Ni by Ni factorial. ഇതെങ്ങനെ വന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ GI ഡീജനറസി ഉണ്ട്, അപ്പോൾ എത്ര ആകും? GI raised to Ni, ടോട്ടൽ ഈവൻസ് എന്ന് പറയുന്നത് Ni ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യും. സോ ദിസ് ഈസ് ദി ഫോർമുല. P എന്ന് പറയുന്നത് pi GI raised to Ni by Ni ഫാക്ടോറിയൽ. അപ്പോൾ പിയുടെ ഫോം കിട്ടി. ഇവിടെ ഒരു G റൈസ് ടു എന്നൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചെയ്യാൻ ഈ റൈസ് ടു പവർ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ ലോഗരിതം എടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പി മാക്സിമം ആയാൽ ആരും മാക്സിമം ആകും? ലോഗ് ടു ദ ബേസ് പിയും മാക്സിമം ആകും. അതായത് പി മാക്സിമം ആയാൽ LNP ലോഗരിതം ടു ദ ബേസ് ആണ്, LNP മാക്സിമം ആകും. LNP മാക്സിമം ആയാൽ വാട്ട് ഇസ് ഡെൽറ്റ LNP? അതെന്തിലേക്ക് പോകും? 0യിലേക്ക് പോകും. അപ്പോൾ ഡെൽറ്റ പി 0യിലേക്ക് പോയതുപോലെ നമുക്ക് ആരെയും 0യിലേക്ക് കൊണ്ടുപോകാം, ഡെൽറ്റ LNPയും 0യിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് എഴുതേണ്ടത് എന്താണ്? വാട്ട് ഇസ് LNP ഫ്രം ദിസ് എക്സ്പ്രഷൻ? വാട്ട് ഇസ് LNP? LNP എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് എഴുതുന്നത് G1 റൈസ് ടു N1 ബൈ N1 ഫാക്ടോറിയൽ ഇൻറ്റു G2 റൈസ് ടു N2 ബൈ N2 ഫാക്ടോറിയലാണ് പോകുന്നത്. അപ്പം ln a ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു എന്ന് പോകും. അതായത് ln a പ്ലസ് ln b പ്ലസ് ln c ആയിട്ട് മാറും. അപ്പോൾ പൈ എന്ന് പറയുന്ന സിമ്പിൾ മാറി അവിടെ എന്താകും? സമേഷൻ ആകും. കാരണം ലോഗരിതം എടുക്കുന്നതുകൊണ്ട് പ്രോഡക്റ്റ് സം ആയിട്ടാണ് പോകുന്നത്. ഇനി ഫസ്റ്റ് ടൈമിന്റെ ലോഗരിതം എന്തായിട്ട് മാറും? ni ln gi മൈനസ് ln ni ഫാക്ടോറിയൽ. ln gi മൈനസ് ln ni ഫാക്ടോറിയൽ. നിങ്ങൾ മാത്സിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, സ്റ്റെർലിംഗ്സ് തിയറം. എന്താ സ്റ്റെർലിംഗ്സ് തിയറം പറയുന്നത്? ln n ഫാക്ടോറിയലിനെ സ്റ്റെർലിംഗ്സ് തിയറം വെച്ച് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ln n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് n ln n
മൈനസ് എൻ. എൽ എൻ എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എൻ എൽ എൻ എൻ മൈനസ് എൻ ആണ്. അതിവിടെ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റിർലിംഗ്സ് തിയറം ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാറും ഇത്? സിഗ്മ എൻ ഐ എൽ എൻ ജി ഐ മൈനസ് എന്ത് വരും? എൻ ഇൻറ്റു എൽ എൻ എൻ മൈനസ് എൻ. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എൽ എൻ പി എന്ന് പറയുന്നത് സിഗ്മ, ഈ മൈനസ് മൈനസ് പ്ലസ് അതിനെടുത്തു, സിഗ്മ എൻ ഐ മൈനസ് ഓഫ് സിഗ്മ, ആദ്യം ഈ ടേം എഴുതി, എൻ ഐ എൽ എൻ എൻ, ഇത് മൈനസ് ഓഫ് എടുത്തതുകൊണ്ട് മൈനസ് ഓഫ് സിഗ്മ എൻ ഐ എൽ എൻ എൻ ഐ മൈനസ് ബാക്കി ആരാ ഉള്ളത്? എൻ ഐ എൽ എൻ ജി ഐ. നിങ്ങൾ കൂടെ ഒന്ന് എഴുതി പോണേ. അപ്പോൾ സിഗ്മ എൻ ഐ മൈനസ് ഓഫ് മൈനസ് എടുത്തു, മൈനസ് ഓഫ് മൈനസ് സിമ്പിളിന്റെ കോമൺ ആയിട്ട് എടുത്തു, സിഗ്മ ഓഫ് ബാക്കി ആരാ ഉള്ളത്? എൻ ഐ എൽ എൻ എൻ ഐ മൈനസ് എൻ ഐ എൽ എൻ ജി ഐ. ഇങ്ങനെ എഴുതാം. സോ എൽ എൻ പി എന്ന് പറയുന്നത് സിഗ്മ എൻ ഐ എന്ന് പറഞ്ഞ എന്താണ്? ഓരോ പാർട്ടിക്കിൾസിന്റെ സമ്മാണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ മൈനസ് മൈനസ് ഓഫ് ബാക്കി അതിൽ എന്താ ഉള്ളത്? സിഗ്മ ഓഫ് എൻ ഐ കോമൺ അല്ലേ, എൻ ഐ എൽ എൻ എൻ ഐ മൈനസ് എൻ ഐ എൽ എൻ ജി ഐ, എൻ ഐ ഓഫ് എൽ എൻ എൻ ഐ മൈനസ് ജി ഐ വിച്ച് ഇസ് നത്തിങ് ബട്ട് സിഗ്മ എൻ ഐ എൽ എൻ എൻ ഐ ബൈ ജി ഐ. സോ എൽ എൻ പി ഈക്വൽ ടു എൻ മൈനസ് സിഗ്മ എൻ ഐ എൽ എൻ ഓഫ് എൻ ഐ ജി ഐ എന്ന് കിട്ടും. മതിയോ? നമുക്ക് വേണ്ടത് എന്താണ്? ഡെൽറ്റ ഓഫ് എൽ എൻ പി ആണ് നമുക്ക് വേണ്ടത്. ഡെൽറ്റ ഓഫ് എൽ എൻ പി ആണ് നമുക്ക് വേണ്ടത്. അടുത്ത നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കേ. ഇങ്ങനെ വരും, ഡെൽറ്റ ഓഫ് എൽ എൻ പി, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷിയേറ്റ് എടുത്തിട്ട് 0, ബാക്കി ഉള്ളതാണ് നമ്മൾ സൂക്ഷിച്ച് എഴുതേണ്ടത്, മൈനസ് സിഗ്മ ഫസ്റ്റ് ഫംഗ്ഷൻ എൽ എൻ എൻ ഐ ബൈ ജി ഐ ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, ഡെൽറ്റ എൻ ഐ എൽ എൻ എൻ ഐ ബൈ ജി ഐ. അടുത്തത് മൈനസ് സിഗ്മ എൻ ഐ ഓഫ് എൽ എൻ എക്സ് എന്താണ്? 1 ബൈ എക്സ് ആണ്. അപ്പോൾ എൽ എൻ എൻ ഐ ബൈ ജി ഐ എന്താകും? ജി ഐ ബൈ എൻ ഐ ആകും, ജി ഐ ബൈ എൻ ഐ ആകും. കഴിഞ്ഞോ? ഇൻറ്റു 1 ബൈ ജി ഐ എൻ ഐയുടെ ഡിഫറൻഷ്യലായ ഡെൽറ്റ എൻ. ഇത്രയും. ഓക്കെ, എന്തൊക്കെ വരും ബാക്കി? മൈനസ് സിഗ്മ ഡെൽറ്റ എൻ ഐ എൽ എൻ എൻ ഐ ബൈ ജി ഐ. അവിടെ എൻ ഐ ക്യാൻസൽ ചെയ്യും, ജി ഐ ക്യാൻസൽ ചെയ്യും, ബാക്കി ആരേ ഉള്ളൂ? മൈനസ് ഇത് ബാക്കി സിഗ്മ ഡെൽറ്റ എൻ ഐ. ഈ ഡെൽറ്റ എൽ എൻ പി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ. അതുപോലെ തന്നെ എന്തുണ്ട്? സിഗ്മ ഡെൽറ്റ എൻ ഐയും 0 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിഗ്മ ഡെൽറ്റ എൻ ഐയും 0 ആണ്. സോ ദാറ്റ് വിൽ ഗെറ്റ്, ഇതിനെ ലെഫ്റ്റിലേക്ക് എടുത്താൽ സിഗ്മ എൽ എൻ എൻ ഐ ബൈ ജി ഐ ഡെൽറ്റ എൻ ഐ എന്ന് പറയുന്നത് എന്തായി? 0 ആയി. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. അപ്പം ഡെൽറ്റ എൻ ഐ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ 3 എക്സ്പ്രഷൻ എഴുതി. ഒന്ന് സിഗ്മ ഡെൽറ്റ എൻ ഐ 0, സെക്കൻഡിൽ സിഗ്മ ഇ ഐ ഡെൽറ്റ എൻ ഐ 0, ആൻഡ് ദ ലാസ്റ്റ് വൺ സിഗ്മ എൻ ഐ ബൈ ജി ഐ ഡെൽറ്റ എൻ ഐ 0. ഇവിടെ നമ്മൾ ലെഗ്രാഞ്ച് മൾട്ടിപ്ലൈസ്, അതായത് സിഗ്മ ഡെൽറ്റ എൻ ഐ 0 ആണെങ്കിൽ ആൽഫ ഇൻറ്റു ഡെൽറ്റ എൻ ഐ 0 അല്ലേ, ഇ ഐ ഡെൽറ്റ എൻ ഐ 0 ആണെങ്കിൽ ബീറ്റ ഇൻറ്റു ഇ ഐ ഡെൽറ്റ എൻ ഐ 0 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്ന, ഇവിടെ ഒരു ബീറ്റ മൾട്ടിപ്ലൈ ചെയ്യുന്ന, എല്ലാം തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 0, വിച്ച് ഈസ് കോൾഡ് ദി മെത്തേഡ് ഓഫ് ലെഗ്രാഞ്ചിയൻ മെത്തേഡ് ഓഫ് അൺഡിഫൈൻഡ് മൾട്ടിപ്ലൈസ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എൽ എൻ എൻ ഐ ബൈ ജി ഐ ഡെൽറ്റ എൻ ഐ കോൺസ്റ്റന്റ് പ്ലസ് അടുത്ത ആൽഫ ഡെൽറ്റ എൻ ഐ ആണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ ഡെൽറ്റ എൻ ഐ ആണ്. അപ്പൊ മിച്ചുള്ളത് ബീറ്റ ഇ ഐ the whole into delta Na equal to 0. The whole into
delta Na equal to 0. So ഈ എക്സ്പ്രഷനിൽ the term inside the bracket must be 0, which means ln NiGi plus alpha plus beta Ei equal to 0, or ln Ni by Gi എന്ത് കിട്ടും minus alpha minus beta Ei. Taking exponential on both sides, രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുക്കുക, എന്ത് കിട്ടും Ni by Gi equal to e raised to minus alpha minus beta Ei. Or simply we can write what is Ni? Na equal to Gi into e raised to minus alpha minus beta Ei. Gi into e raised to minus alpha minus beta Ei. And this equation is called famous Maxwell-Boltzmann distribution law. And we determine what is alpha and what is beta. ബീറ്റ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ബീറ്റ എന്ന് പറയുന്നത് 1/kt ആണ്, where k is the Boltzmann constant, and ആൽഫ നമുക്ക് കിട്ടുന്നത് n/z ആണ്, where z is the partition function of the thermodynamic system. അപ്പോൾ അത് രണ്ടും ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? Gi into e raised to ആൽഫ അല്ല, e raised to minus alpha ആണ് n/z. e raised to minus alpha equal to n/z. e raised to minus alpha equal to n/z. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? e raised to minus alpha-ക്ക് പകരം you can write n/z, and beta-ക്ക് പകരം you can write 1/kt. So what is the final formula? So this is very important. Na equal to what? Gi e raised to minus alpha, we have n/z, e raised to minus beta Ei-ക്ക് പകരം e raised to minus Ei/kt. So this is the famous Maxwell-Boltzmann distribution law in terms of temperature. മറന്നു പോകരുത്. It is Na equal to Gi into n/z, e raised to minus Ei/kt. ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു we will write an expression which connects Na and Ei. Na-യും അപ്പോൾ ഇപ്പം നമുക്കറിയാം Ei എനർജിയോട് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? Gi into n/z, e raised to minus Ei/kt പാർട്ടിക്കിൾസ് അവിടെ വരും. ഇതിനൊരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ, ഈ ടേം എക്സ്പൊണൻഷ്യലിന്റെ റേഷ്യോ ആണ് അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കൂടുന്നതും കുറയ്ക്കുന്നതും നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ഫിസിക്സിൽ പല രീതിയിൽ ഇതേപോലുള്ള ഒരു ഇക്വേഷൻസ് കാണാം. എക്സ്പൊണൻഷ്യൽ പവർ ആൻഡ് എനർജി ബൈ അനദർ എനർജി. കാരണം ഇവിടെ ഈ എനർജിയാണ്, kTയും എനർജിയാണ്. ഈ രണ്ട് എനർജിയുടെ വ്യത്യാസം എന്താണ്? Ei എന്ന് പറയുന്നത് അത് അച്ചീവ് ചെയ്യുന്ന എനർജി ലെവലാണ്. kT എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസിന്റെ തെർമൽ എനർജി. അപ്പോൾ kT എന്ന് പറയുന്ന എനർജി കൊണ്ട് വേണം അവൻ എന്ത് അറ്റൈൻ ചെയ്യാൻ? Ei എന്ന് പറയുന്ന എനർജി ലെവൽ അറ്റൈൻ ചെയ്യാൻ. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഇൻക്രീസ് ടെമ്പറേച്ചർ? അതിന്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? എക്സ്പൊണൻഷ്യൽ മൈനസ് E/kt എന്ത് സംഭവിക്കും? ഇഫ് ഇൻക്രീസ് T, അപ്പോൾ E/kt അവിടെ എന്ത് ചെയ്യും? കുറയും. പക്ഷെ അത് എക്സ്പൊണൻഷ്യൽ മൈനസ് ആണ്. So that exponential minus E/kt കൂടും if you increase T, which means if you increase temperature, what happens? Na increases. In this way you can explain the mathematical form of this expression. അപ്പോൾ മൈനസ് E/kt ആണ് അവിടെ ആ ഒരു ചേഞ്ചിനെ കൊണ്ടുവരുന്നത്. കോൺസെപ്ച്വലി നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ, ഒരു മോളിക്യൂൾസ് ഒരു എനർജി ലെവൽ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ കൂടും. ഇഫ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ കൂടുതൽ ആൾക്കാർ അവിടെ എന്ത് ചെയ്യും? അറ്റൈൻ ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് എക്സ്പ്ലെയിൻസ്. ഇപ്പോൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ എനർജി എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ടെമ്പറേച്ചർ ലോ, ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. ഇനി നമുക്ക് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് പഠിക്കാൻ. താങ്ക് യു.